ചടങ്ങിന് നന്ദി അറിയിക്കുവാനായി പുലരി ടിവിയുടെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ജോളി മസ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഇത്തരമൊരു പരിപാടി പുലരി ടി വിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ. ഇത് പുലരി ടി വിയുടെ നമ്മുടെ അവതാരക ഷൽമ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് എന്ന് പറയാം. ഷൽമ നമ്മുടെ ആകാശവാണിയിലും ദൂരദർശനിലേക്ക് അവതാരകയും ന്യൂസ് റീഡറും ഒക്കെയാണ്. ഷൽമയെ തന്നെ ഈ പരിപാടിയുടെ MC ആയി വിളിക്കാനായിട്ട് പ്ലാൻ ചെയ്തത് തന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇതൊരു ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേയധികം ബാലാരിഷ്ടതകളുണ്ടെങ്കിലും എല്ലാം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കൈപിടിച്ച് നടത്തിയതിന് സർവേശ്വരനോട് നന്ദി ആദ്യമായി പറയുന്നു. രണ്ടാമത്, ഇന്നിവിടെ ഈ ചടങ്ങിന് ശരിക്കും ആക്ച്വലി ഈ ചടങ്ങ് വളരെ ലളിതമായി ചെയ്യണമെന്ന് ആദ്യം പ്ലാൻ ചെയ്യുകയും പിന്നെ അത് ഒത്തിരി കൂടെ വൈഡാവുകയൊക്കെ ചെയ്തപ്പോൾ ഈ പരിപാടി അല്ലെങ്കിൽ ഈ അവാർഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ അവാർഡ് സെറമണി ഇത്രയും കളർഫുള്ളാകാനായിട്ട് പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് ബഹുമാന്യനായ ശ്രീ രാജസേന സാർ, ദിനേശ് മണിക്കർ സാർ, അജയ് തൊണ്ടത്തിൽ സാർ, അതിരൂപൻ സാർ, മഞ്ജൂർ പ്രവീൺ സാർ, അതുപോലെ ആറാട്ട് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സാരഥികൾ. അപ്പം എന്ന് പറഞ്ഞ് മറ്റാരെയും കുറച്ച് കാണിക്കുന്നതല്ല, ഇവരാണ് മുഖ്യ അതിഥികൾ. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സാന്നിധ്യം ഈ പരിപാടി വളരെ കളർഫുള്ളാകാനായിട്ട് സാധിച്ചു. ഒത്തിരി നന്ദി ശ്രീ രാജസേനൻ സാർ. ഒത്തിരി നന്ദിയുണ്ട്. പുലരി ടി വിക്ക് വേണ്ടിയും അതിൻ്റെ CEO ജിട്രസാണ് കയറി ഈ ഉത്തരവാദിത്വം ചെയ്യേണ്ടത്. ജിട്രസ് പല കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞനിയനായതുകൊണ്ടായിരിക്കാം, മൂന്നാമത്തെ ആളാണ്. അപ്പോൾ എപ്പോഴും എന്നോടൊപ്പം ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ പുള്ളിയുടെ സ്ഥിരം ഒരു പരിപാടിയാണ് അണ്ണം പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ ക്ലീനായിട്ടൊക്കെ ഒഴിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, നീ പറയും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പിന്നാമ്പുറത്ത് നിൽക്കാം, മുന്നിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അങ്ങനെ രാജൻ സാറിന് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും ഒരു കയ്യടിയോടുകൂടി സാറിന് നന്ദി അർപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദിനേശ് മണിക്കർ സാറ്, അദ്ദേഹം ഇത് തന്നെയാണ്. എന്താണ് നമ്മുടെ കിരീടം എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകനാണ്. ആ ഒരൊറ്റ ചിത്രമാണ് സാറിന് എപ്പോഴും ഹിറ്റ് മേക്കറായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ധന്യമാക്കി തന്ന ശ്രീ ദിനേശ് മണിക്കർ സാറിന് ഒരു കയ്യടിയോടുകൂടി നമുക്ക് നന്ദി അർപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്നൊരു ഡയറക്ടർ, അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട്. ഞാനിതിൻ്റെ സാധാരണ ഇത്തരം പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ സ്പോൺസേഴ്സൊക്കെ വേണം. അപ്പോൾ ഇത് അവസാന നിമിഷം നമുക്കങ്ങനെ വലിയ സ്പോൺസേഴ്സിൻ്റെയൊക്കെ പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പുലരി ടി വിയുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഇത് രണ്ടും പ്രോബ്ലമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ പലരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ചന്ദ്രശേഖർ സുധീർ കുമാർ, അതായത് ആറാട്ട് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ശ്രീദേവി ബംഗ്ലാവ് എന്ന പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർമാരിലൊരാൾ, അദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഒരു കാര്യം കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പോൺസറിങ് ചെയ്യാം, ഞങ്ങളുടെ ടീം അവിടെ വരുത്തിക്കാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കറപ്പിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ്റെ ഡയറക്ടറാണ് ശ്രീ അതിരൂപൻ സാർ. അപ്പോൾ അങ്ങനെ ഈ ഗസ്റ്റ്, അപ്പം ഈ പ്രോഗ്രാം ധന്യമാക്കാൻ ചെന്നൈയിൽ നിന്ന്, നമ്മുടെ തമിഴകത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിലറും അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് നോക്കി. കൊള്ളാം, വളരെ നല്ലൊരു മൂവി. വളരെ ഈ ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ ഇതുകൊണ്ട് നല്ല രസമുള്ളൊരു മൂവി. അതൊരു മുപ്പരിമാനം അത് നല്ല പടം. അത് യൂട്യൂബിലൊക്കെ എൻ്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തമിഴകത്തിന് എനിക്ക് തോന്നുന്നു 2 ലക്ഷ്യമായിരുന്നു. അതിരൂപൻ സാർ വരികയാണെങ്കിൽ, ഒന്ന് ഷോർട്ട് ഫിലിമിലൂടെ സിനിമയിലെത്തിയ ആളാണ്. ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അതിന് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഒരു അവാർഡ് എപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻസ് അല്ലേ. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് വളർന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം ഈ പറഞ്ഞ കണക്ക് മുപ്പരിമാനം നേരെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നു, തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു കൊമേഴ്സ്യൽ പടത്തിൻ്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയതുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങിലെത്തിയതിന് ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കാം. അടുത്തത് നമ്മുടെ മഞ്ജൂർ പ്രവീൺ സാർ, ഈ പറഞ്ഞ പോലെ കാതികനാണ്, സിനിമ സീരിയൽ നടനാണ്. ഇവരെല്ലാം സുഹൃത്തുക്കളാണ് എൻ്റെ. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു,
സാറ് വന്ന് ഒരു ആശംസ പുലരി ടി വിയുടെ പരിപാടിക്ക് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ എന്നോട് പറഞ്ഞ വാക്കിതാണ്, അങ്ങനെയല്ല സാർ പറയേണ്ടത്, സാർ വരൂ ഒരു ആശംസ പറഞ്ഞിട്ട് പോകൂ എന്ന് പറയണം. ഒത്തിരി നന്ദിയുണ്ട് മഞ്ജൂർ പ്രവീൺ സാർ. ഒരു കയ്യടിയോടി അദ്ദേഹത്തിന് നമുക്ക് നന്ദി പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അജയ് തുണ്ടത്തിൽ സാർ, എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയുടെ കഴിഞ്ഞ സിനിമയുടെ PRA ആയിരുന്നു, ഇപ്പോഴെൻ്റെ അടുത്ത പടത്തിൻ്റെ PRA ആണ്. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഫെഫ്ക PRA യൂണിയൻ പ്രസിഡൻ്റാണ്, അതോടൊപ്പം തന്നെ സെൻസർ ബോർഡ് മെമ്പറാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കാണും, വെറുതെ നിൽക്കുമ്പോഴും ഞങ്ങൾ സിറ്റിയിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാച്യു ഭാഗത്ത് നമ്മുടെ എംസൻ്റെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്. എപ്പോൾ കണ്ടാലും നമ്മുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കുകയും വളരെ സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന അജയ് തുണ്ടത്ത് സാറിനും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെയാണ് ആറാട്ട് എൻ്റർപ്രൈസസിൻ്റെ പ്രോഗ്രാമിൻ്റെ പിന്നെ ആറാട്ട് എൻ്റർപ്രൈസസിൻ്റെ സാരഥികൾ, അവർ മൂന്ന് ലേഡീസ് എത്തണമായിരുന്നു. കാര്യം അസോസിയേറ്റ് പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ്, പിന്നെ പ്രോഗ്രാം മാനേജർ. ഇതിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് എത്തിയിട്ടില്ല, ബാക്കി 2 പേരും എത്തി. അതോടൊപ്പം തന്നെ മറ്റൊരു രാഹുൽ മോഹൻ അദ്ദേഹവും എത്തിയിട്ടുണ്ട്, അവരുടെ ടീം എത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പഴയ പ്രൊഡക്ഷൻ കൺട്രോളർ, പഴയതല്ല ഇപ്പോഴും നിലവിലുള്ള സുനിൽ പേട്ട അദ്ദേഹമുണ്ട്, അവരുണ്ട്. അപ്പോൾ ആറാട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ടീമിന് എല്ലാവർക്കും പുലരി ടി വിയുടെ വക നന്ദി, ഒരു കയ്യടിയോടുകൂടി തന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ എന്താണ്, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു വലിയൊരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം എൻ്റെ സിനിമകൾക്കെല്ലാം ഔട്ട്ഡോർ യൂണിറ്റും സ്റ്റുഡിയോയും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് സതീഷ് മരുതങ്കൽ എന്ന എൻ്റെ സുഹൃത്തിൻ്റെ HD സിനിമ കമ്പനിയിലാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാനും അനിയനും കൂടെ, അനിയൻ തന്നെ ആദ്യം വിളിച്ച് സംസാരിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ എഡിറ്റർ വിഷ്ണു കല്യാണി, അപ്പോൾ ഇവർ 2 പേരും കൂടെ, എസ് മൊളി, ഓക്കെ കുഴപ്പമില്ല, ബാക്കി ഞങ്ങൾ പിന്നാമ്പുറം ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതുകൊണ്ട് വലിയൊരു ടെൻഷൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി ഉണ്ടാകുന്ന കൊച്ചു ടെൻഷൻ പോലും ശരിക്കും നമ്മളെ ഒന്നും വിഷ്ണുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മളെ ടെൻഷൻ അടിപ്പിക്കില്ല. അവൻ മാക്സിമം എല്ലാം നോക്കിക്കോളും. നല്ലൊരു എഡിറ്ററാണ്. എനിക്കൊന്ന് ഇപ്പോൾ 23ാമത്തെ 24ാമത്തെ പടം വിഷ്ണു കല്യാണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ സതീഷ് മരുതങ്കലിനും വിഷ്ണു കല്യാണിക്കും പുലരി ടി വിയുടെയും എൻ്റെയും അനിയൻ്റെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഒരു കൈയടിച്ച് തന്നെ പാസ്സാക്കണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് ലൈവ് പോകുന്നുണ്ടായിരുന്നു. M7 ന്യൂസിലൂടെയും പുലരി ടി വിയിലൂടെയും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാരഥി, അത് നമ്മുടെ സതീഷ് മരുതങ്കലിൻ്റെ നേതൃത്വത്തിലുള്ള M7 ന്യൂസാണ് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. M7 ന്യൂസിലെ HD സിനിമ കമ്പനിയിലെ നമ്മുടെ പിള്ളേരുണ്ട്, ഉണ്ണി, പിന്നെ ഒരുപാട് പേരുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ആരും മുഖം കാണാൻ പറ്റുന്നില്ല. ഒത്തിരി നമ്മുടെ ടീം, എല്ലാ ടീം അംഗങ്ങൾക്ക്, HD സിനിമ കമ്പനിയിലെയും M7 ന്യൂസിലെ എല്ലാ ടീം അംഗങ്ങൾക്കും പുലരി ടിവിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അത് നൽകുന്നു. എല്ലാവരും ഒരു കൈയടിച്ച് HD സിനിമ കമ്പനിയെയും M7 ന്യൂസിനെയും ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ആദ്യ ചിത്രമായ റെഡ്ഷാഡോയിലെ താരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതവിടെ വേദിയിൽ നിൽക്കുന്നതൊക്കെ തന്നെ എൻ്റെ കഴിഞ്ഞ പടത്തിലെ നായകനാണ് മൻമോഹൻ, ഉണക്കാട് അയ്യപ്പൻ. പിന്നെ അതെൻ്റെ മകൻ തന്നെയാണ്, അവനതിനകത്തൊരു കുഞ്ഞ് വേഷം ചെയ്തിട്ടുണ്ട്, അജോൺ. പിന്നെ അത് അനിയൻ്റെ മകൻ, പുലരി ടി വിയുടെ അടുത്ത ഭാവിയിലെ മുതലാളി ജിയോൻ. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി മിയയിലെ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സഖി എന്ന സ്ത്രീ കൂട്ടായ്മയിലെ താരങ്ങൾ എത്തിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകരിൽ ഒരു 3-4 പേര് എത്തിയിട്ടുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. തുടങ്ങുന്നതിന് മുമ്പേ കണ്ട കുറച്ച് പേരുണ്ട്, എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, പുലരി ടി വിയുടെ, എൻ്റെ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളും, ജിട്രസിൻ്റെ എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അവാർഡ് കോൺടെസ്റ്റിൽ നിങ്ങൾ ഓരോരുത്തരും എൻട്രികൾ അയക്കാൻ കാണിച്ച മനസ്സിനും
ആ എൻട്രികളിൽ നിന്ന് വളരെ തുടക്കത്തിൽ ഷൽമ പറഞ്ഞതുപോലെ തികച്ചും സുതാര്യവും ജെന്യൂനുമാണ് ഈ അവാർഡ്. അതിനകത്ത് ഒരു കളങ്കവുമില്ല. 100% വിശ്വസ്തയോടുകൂടി തന്നെ നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ നടത്തുന്ന കോൺടെസ്റ്റുകൾക്ക് നിങ്ങളുടെ എൻട്രികൾ അയക്കാം. അതിനകത്ത് വേറെ യാതൊരുവിധ സ്വാധീനവും ഉണ്ടാവില്ല. തികച്ചും ജെന്യൂനായ അവാർഡ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു അവാർഡ് വേണം, നടക്കണം എന്ന് തന്നെയാണ് പുലരി ടി വിയുടെ CEO ജട്രസിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു. അടുത്ത വർഷത്തെ കോൺടെസ്റ്റിൻ്റെ എൻട്രികൾ 2024 ഏപ്രിൽ 15 മുതൽ ക്ഷണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.puleritv.com എന്ന വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ പുലരി ടി വിയുടെ വാട്സാപ്പ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവയിലൂടെയൊക്കെ കാണാൻ പറ്റും. ഇതൊരു പരസ്യമാണ്. ഇവിടെ കയറ്റി വിടുമ്പോഴേ ജിട്രസ് പറഞ്ഞത് എൻ്റെ പുലരി ടി വിയുടെ ഇത്രയും കാര്യം പറയാതെ അങ്ങോട്ട് ഇറങ്ങരുത്. അപ്പോൾ എന്തായിരുന്നാലും ഒത്തിരി നന്ദിയുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും, അവാർഡുകൾ കിട്ടിയ എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത വർഷം കാണണം. അതിനു മുമ്പ് ഞാൻ മൈക്ക് ശ്രീമതി ഷൽമയെ ഏൽപ്പിക്കുന്നു. റെഡ് ഷാഡോ സിനിമയുടെ താരങ്ങൾ ഒപ്പം മിയയുടെ താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കും. എല്ലാ വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. ദിനേശ് പണിക്കർ, ശ്രീ രാജസേനൻ, ശ്രീ അജയ് തൊണ്ടത്തിൽ, ശ്രീ അജിത്